ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹോം ടൂർ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഐ ബട്ടണിലും അതേപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീടിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു തിയേറ്ററോട് കൂടിയ മനോഹര വീടാണ്. ഇതിൻ്റെ വുഡ് വർക്ക് മുഴുവനും തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ അപ്സ്റ്റെയറിൽ സീലിംഗ് എല്ലാം പഴയ നമ്മൾ ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു പഴയ മച്ചിൻ്റെ സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നതെല്ലാം. ഇവിടെ 2 കിച്ചണാണ് വരുന്നത്. ഒന്ന് മോഡുലാർ കിച്ചണും അതോടൊപ്പം തന്നെ വിറകടുപ്പോട് കൂടി ഒരു മോഡേൺ കിച്ചണാണ്. അതേപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീടിൻ്റെ ഹൈലൈറ്റ് ആയ കിച്ചണിലേക്കാണ്. ഭയങ്കര ഭംഗിയുള്ള വിശാലമായ ഒരു കിച്ചൺ തന്നെയാട്ടോ ഇവിടെ ഉള്ളത്. കിച്ചണിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ 2 സൈഡിലായിട്ട് ചെടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കൗണ്ടർ ടോപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ചിമ്മിനിയോട് കൂടി അടുപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫ്രഷ് എയറൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്ത മെറ്റീരിയലൊക്കെ വാട്ടർ പ്രൂഫാണ്. ഫ്രിഡ്ജിൻ്റെ അതേ കളറിലാണ് ഇവിടെ കബോർഡുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു കിച്ചണെ ശരിക്കും മനോഹരമാക്കുന്നുണ്ട്. പിന്നെ ഈ കിച്ചണിൽ പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിച്ചണിൻ്റെ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് തേക്കിലാണ്. അതേപോലെ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ട് ഭയങ്കര മനോഹരമായ ഒരു കിച്ചണാണിത്. ഇവിടെ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റിലാണ്. ചേച്ചീൻ്റെ ഒരു പ്ലാൻ ആണോ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയറുടെ പ്ലാനിങ്ങിൽ വന്നതാണോ ഈ ഒരു ഓപ്പൺ കിച്ചണൊക്കെ? ഏട്ടനെ കൂടി പ്ലാനാണ്. അപ്പൊ ചേച്ചി പറഞ്ഞതാണ് അങ്ങനെ ഈ ഓപ്പൺ ആയിട്ട് എനിക്ക് ബേക്കിങ്ങും കാര്യങ്ങളും കേക്കൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയ രീതിയിലാണ്. ചേച്ചിക്ക് കേക്ക് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചേച്ചി മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ ചെയ്തതെന്ന് പറഞ്ഞല്ലേ. ഈ ഫ്രിഡ്ജിന് അതേപോലെ കുറെ പ്രത്യേകതകളുണ്ട്. ചേച്ചി നമുക്ക് പറഞ്ഞത് ചേച്ചി പറഞ്ഞില്ല, ഐസ് ക്യൂബ്, അതായത് ഐസ് ക്യൂബ് കിട്ടാൻ ഓരോ ബട്ടൺ ഉണ്ട്. പിന്നെ അതേപോലെ വാട്ടർ കിട്ടാനും പിന്നെ ക്രഷ് അങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇവിടെ പ്രസ് ചെയ്താൽ വെള്ളം വരും. എന്താ പറയുക, ക്യൂബാണെന്ന് വെച്ചാൽ പ്രസ് ചെയ്ത് ക്യൂബ് വരും. ഫ്രഷ് ആണെങ്കിൽ ഫ്രഷ് ചെയ്തിട്ട് പിന്നെ സൈഡ് മൊത്തം ഇതായിട്ട് കിടക്കുന്നത്. ഈ ഒരു സൈഡ് ഫ്രീസർ ആയിട്ട്, ഈ ഒരു സൈഡ് മൊത്തം ഫ്രീസർ ആണ്. ഈ സൈഡിലാണ് നമ്മളെ സാധാ ഫ്രിഡ്ജ്. മൊത്തം 2 ഡ്രോ ഉണ്ട്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെക്കാം. ഞാൻ 2 വെജിറ്റബിൾസ് ആണ് വെച്ചത്. ഇവിടെ അങ്ങനെ ഓവനാണ്. ഇത് ഒരു ചാർക്കോൾ ഹെൽത്തി ഓവനാണ്. ഇതിൽ ഗ്രിൽഡ് ചിക്കനൊക്കെ മെയിനായിട്ട് ഗ്രിൽഡൊക്കെയാണ് ഇത് ചെയ്യുക. പക്ഷെ ഞാൻ ബേക്കിംഗ് ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം ചെയ്യാം. അതിൽ ഒരു ഓപ്ഷൻസ് ഇതിൽ തന്നെ ഉണ്ട്. റൊട്ടി LGൻ്റെതാണ്. അപ്പോൾ റൊട്ടി ഉണ്ടാക്കാം. പിന്നെ ചാർക്കോൾ ചെയ്യാൻ ഗ്രിൽഡ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതാണ്. ഇതിന് എത്ര റേറ്റ് ആണ് ചേച്ചി? ഇതിന് 25-ന് മുമ്പ്. ഈ പ്ലാനൊക്കെ ചേച്ചി തന്നെയാണോ? ഇവിടെ ചേച്ചിയുടെ ഏട്ടനും പ്ലാനിന് ഭയങ്കര ആണ്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത കാര്യങ്ങളാണ്. പ്ലേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ബേക്കിങ്ങിന്റെ സാധനങ്ങളാണ് മൊത്തം ഉള്ളത്. ഞാൻ ബേക്കിങ്ങിനാണ് മെയിനായിട്ട് ഈ കിച്ചൺ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ ഇതിലൊക്കെ ബേക്കിങ്ങിന്റെ അതുപോലെ തന്നെ ഇട്ടത് അവിടെ പോട്ടൊക്കെ വെക്കാറുണ്ട്. അപ്പൊ കൊറോണ കാരണം വാങ്ങാനൊന്നും സമയം കിട്ടില്ല. ഹൗസ് സമയത്ത് എനിക്കൂടെ ചെറിയ പോട്ടൊക്കെ വെച്ച് ഇവിടെ ഈ ലൈറ്റ് കൊടുക്കുന്നുണ്ടല്ലേ? ഇപ്പൊ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ചേച്ചിന് ഒരുപാട് ലൈറ്റുകൾ. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് വേറൊരു കിച്ചണോ വരുന്നുണ്ട്. അപ്പൊ അത് ഒരു ഗ്ലാസ് ഡോറാണ് കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന്
കാണാനും പറ്റുന്ന രീതിയിൽ ഗ്ലാസ് ഡോറാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ ഇതാണ് ചേച്ചീന്റെ രണ്ടാമത്തെ കിച്ചൺ. ചേച്ചി ഇവിടുന്നാണ് ചേച്ചി മെയിൻ ഫുഡ് എല്ലാ കാര്യങ്ങളില്ലേ? ഇതിൽ നമുക്കെല്ലാം ഇതിപ്പോൾ മിക്ക വീടുകളിലും ഉണ്ട്. സ്പൂണ് കാര്യങ്ങൾ, ചട്ടുകം, കത്തി എല്ലാം വെക്കാം. പിന്നെ താഴെ പ്ലേറ്റ് കാര്യങ്ങൾ. ഇതുകൊണ്ടൊക്കെ നമുക്ക് കിച്ചണിൽ പാത്രങ്ങളൊന്നും പുറത്തിങ്ങനെ വൃത്തികളായിട്ട് കിടക്കില്ല. എല്ലാം കൂടെ ഒതുങ്ങി നിൽക്കും. ഇങ്ങനത്തെ ഉള്ളിൽ ഷോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതിലൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ മിക്ക വീട്ടിലും ഇപ്പൊ ഇങ്ങനത്തെ കിച്ചൺ ആയി വരുമ്പോ ഇങ്ങനത്തെ എന്താ പറയുക, നമ്മള് വിറകടുപ്പുണ്ടില്ല, പക്ഷെ ഇവിടെ വിറകടുപ്പുണ്ട്. ഇവിടെ നമ്മള് വെള്ളം കോരാനും ഉള്ള സൗകര്യം. പിന്നെ വാഷിംഗ് മെഷീൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. വെള്ളം കോരാൻ ഞാൻ ഡെയിലി കോരിയിട്ടാണ് ഉപയോഗിക്കല്. എല്ലാ കാര്യത്തിലും വെള്ളം എടുക്കാൻ, ഫുഡ് ഉണ്ടാക്കാൻ ഫുഡിന് കോരിയിട്ടാണ് ശരിയാണ്. കിച്ചണിലൊക്കെ കൊടുത്ത് ഈ കബോർഡിൻ്റെ താഴെയായിട്ട് വാം ലൈറ്റും അതേപോലെ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തത് ശരിക്കും കിച്ചണിന് നല്ല ഒരു ഭംഗിയാണ്. അതേപോലെ തന്നെ നല്ലൊരു വെളിച്ചമാണ് നൈറ്റിലൊക്കെ. ഈ ഓപ്പൺ കിച്ചണിൻ്റെ എൻട്രൻസ് തന്നെ കൊടുത്ത ഈ ഒരു പെയിൻറ്റിങ് വളരെ വ്യത്യസ്തമായൊരു പെയിൻറ്റിംഗ് ആണ്. പുതിയൊരു മോഡലാണ്. പെയിന്റിന്റെ ഷോപ്പാണ് ഇവിടെ കൊയിലാണ്ടി. വേറെ എവിടെയായിട്ടുള്ളത്? കൊയിലാണ്ടി അത്തോളിയുണ്ട്, പേരാമ്പ്രണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലും അതേപോലെ പെയിന്റ് വാങ്ങിക്കേണ്ടവർക്ക് എൻ്റെ ചാനലിൽ കൂടുതലും വീടിൻ്റെ വീഡിയോസാണ് ഇടുന്നത്. അതേപോലെ ഈ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി പെയിന്റ് വാങ്ങണമെങ്കിലൊക്കെ അത് എൻ്റെ പേര് പറഞ്ഞാൽ മതി, പോയിട്ട് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നതാണ് അല്ലേ ഏട്ടാ? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുമല്ലോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.